പാണ്ടിക്കാട് കുഞ്ഞാനൊക്കെ ഓനെ തെറി വിളിച്ചുകൊണ്ട് പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരാളെ പിന്നെ കയറ്റിയങ്ങ് ഓർമ്മല്ലേ. അപ്പൊ എങ്ങനെയാണ് കോപ്പിറൈറ്റ് നമ്മൾ യൂട്യൂബുക്കും അതിന് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമുക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു വീഡിയോക്ക് പിന്നീട് കോപ്പിറൈറ്റ് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറയുന്നത്. ഞാനതിലേക്ക് 2-3 വട്ടം കറങ്ങി വീണ്ടും ഇങ്ങനെ വേറെ റൂട്ട് വെച്ച് പോവാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഞാനൊരു മ്യൂസിക് ഡയറക്ടർ, ഞാൻ പുതിയ ആളാകുമ്പോൾ ഞാൻ എന്താ കരുതുക, ഇന്നല്ല എനിക്കൊന്ന് ഫേമസ് ആവണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഫേമസ് ആണെന്ന് കരുതുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മ്യൂസിക് എല്ലാവരും എടുത്ത് എത്തണം. അപ്പോൾ ഞാൻ തുറന്ന് കിട്ടും, എല്ലാവർക്കും എത്തട്ടെ, എല്ലാവരും എടുക്കട്ടെ, എല്ലാവരും പാടട്ടെ, എല്ലാവരും ഇത് ആസ്വദിക്കട്ടെ, എല്ലാവരും അത് റിംഗ് ടൂണാക്കി വെക്കട്ടെ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇതിനെ തുറന്നും കിട്ടും. പിന്നെ എനിക്ക് 2-3 സിനിമയും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഞാൻ ഇങ്ങനെ ഫേമസ് ആവലോടത്തി. ഫേമസ് ആയി വരുമ്പോൾ ഇവന്റെ ഈ പഴയ മ്യൂസിക് ഡയറക്ടർമാർ ഇവനെ വിളിക്കും, എടോ നിന്റെ മ്യൂസിക്കൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ടല്ലോ, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലോ, നിനക്ക് കോപ്പിറൈറ്റിന് ഇഷ്യൂ കൊടുത്തലാ, അതിനൊരു പരാതി കൊടുത്തല, കോപ്പിറൈറ്റിന് ക്ലെയിം ചെയ്തലാ എന്ന് പറയും അവര്. അപ്പൊ അതുകൊണ്ട് എന്താ സാറേ ഗുണം? അതുകൊണ്ട് ഗുണമുണ്ടോ? നീ അത് കോപ്പിറൈറ്റിനെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ മ്യൂസിക് ആരെങ്കിലും നിന്റെ അനുമതി ഇല്ലാതെ എടുക്കുകയാണെങ്കിൽ അവന്റെ കോപ്പിറൈറ്റ് ക്ലെയിം എഴുതി കാണിക്കും. അപ്പൊ അവന് നിന്റെ മ്യൂസിക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിന് അവന് പൈസ കൊടുക്കും. പൈസ കൊടുത്തിട്ട് അവനെടുക്കും. അപ്പൊ നിനക്കെന്തായി, നിനക്ക് ചെറിയൊരു ചായ പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും. നിനക്ക് അത് വേണോ, നിന്റെ സിനിമയിലാറെ കിട്ടുന്നില്ല ഇതിൽ കിട്ടടോ എന്ന് പറയും. അപ്പൊ എന്താവും, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ സിനിമാ പാട്ടും കംപ്ലീറ്റ് കോപ്പിറൈറ്റ് ഇഷ്യൂനോട് കൊടുക്കും വരും. ഇത് പറഞ്ഞാൽ മനസ്സിലുണ്ടോ ചെങ്കള ഞാൻ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ എന്താവും, നിങ്ങൾ ഇയാളെ ഫസ്റ്റ് സിനിമ ഇറങ്ങിയിട്ട് 3 കൊല്ലം കഴിക്കും, 3 കൊല്ലം 4 കൊല്ലം കഴിക്കും. നിങ്ങൾക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതിന് പൈസയും കിട്ടി നിങ്ങളെ വീഡിയോനെ മറന്നേക്കും. അപ്പോഴാകാരം ഈ പ്രമാണി പോയിട്ട് അവിടെ ക്ലെയിം ചെയ്യുന്നത്. അതോടുകൂടി എന്തായി, നിങ്ങൾ വന്ന ആ അന്നത്തെ 3 കൊല്ലം മുന്നുള്ള വീഡിയോസുകളൊക്കെ കോപ്പിറൈറ്റ് ക്ലെയിം ആവും. ഈ യൂട്യൂബിന് ഒരു പ്രശ്നമുണ്ട്, 3 വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ ചാനൽ ബാൻ ആവും. അങ്ങനെ 5 ലക്ഷം 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഇല്ല പല ആൾക്കാരുടെ ചാനലും ബാൻ ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എന്നോട് എന്റെ ടെക്നീഷ്യൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ഇത്രയും പറഞ്ഞിരുന്നത്. അല്ലാതെ നിങ്ങൾ എന്റെ അമ്മയുടെ കുട്ടികളോ അല്ലെങ്കിൽ കുഞ്ഞാമാന്റെ കുട്ടികളോ നിന്റെ ചെറുച്ചന മക്കളൊന്നും അല്ല. ഞാൻ ഈ പറഞ്ഞു വിടുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം. ഇനി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും എനിക്ക് ഒന്നും വരാൻ പോകുന്നില്ല. ഞാൻ എന്റെ കാര്യം, ഞാൻ എനിക്ക് അനുഭവിച്ച കാര്യങ്ങളും എന്റെ സുഹൃത്തുക്കള് ഇതിന്റെ ടെക്നീഷ്യന്മാരെ എന്നോട് പറഞ്ഞു തന്ന കാര്യങ്ങളും എന്റെ പ്രിയപ്പെട്ട എന്റെ ഫോളോവേഴ്സിനോട് എന്റെ വ്യൂസിനോട് പറഞ്ഞു കൊടുക്കുക. എനിക്ക് വന്ന ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു ദുരിതം നിങ്ങൾക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് വന്ന പ്രശ്നങ്ങള് ഞാൻ പറഞ്ഞല്ലോ, ആൾക്കാരെ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്തിരുന്നു. എന്നെ തെറി വിളിച്ചൊരു കണക്കൂല. നിങ്ങൾക്കറിയാലോ, അപ്നാ സപ്നയെന്നൊക്കെ എനിക്ക് കിട്ടിയ തെറി. ഞാൻ ഒരുപാട് തെറി കേട്ടിട്ട് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് മനസ്സിലാവുണ്ടോ? ഇത്രയും തെറി കേട്ടിട്ടും ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ അതിനൊരുപാട് പല ആൾക്കാരും തെറി വിളിച്ചിട്ട് പാണ്ടിക്കാട് കുഞ്ഞാനൊക്കെ ഓനെ തെറി വിളിച്ചുകൊണ്ട് പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരാളെ കയറ്റിയങ്ങ് ഓർമ്മല്ലേ. അതിന് ഞാൻ വിമർശിക്കുന്നു. എന്തിനാ കുഞ്ഞാനെ തെറി വിളിക്കുന്ന ആൾക്കാരെ വിമർശിക്കുന്നത്? തെറി വിളിച്ചാലും പൈസ കിട്ടുന്നുണ്ട്. പാണ്ടിക്കാട് കുഞ്ഞാന് അവിടെ ഞാൻ പറഞ്ഞു, തെറി വിളിച്ചാലും ആൾക്കാർ തെറി ചെയ്താലും എന്റെ വാപ്പാന്റെ തല എന്നെഴുതി. ഇഞ്ച വാപ്പാന്റെ തല, ഇത് അതെ ഇഞ്ച തല എന്ന് ഇഞ്ച വാപ്പാന്റെ തല ഇത്രേ ഉള്ളൂ. അത് തെറി വാക്കല്ലല്ലോ. എനിക്കതൊരു തെറിവാക്കാൻ തോന്നില്ല. വാപ്പാന്റെ തല, എന്താ വാപ്പാന്റെ തലക്ക്? എന്റെ വാപ്പാന്റെ കൈ, എന്റെ വാപ്പാന്റെ കാല്, എന്റെ വാപ്പാന്റെ ചെവി, എന്റെ വാപ്പാന്റെ മൂക്ക്, ഇതൊക്കെ എങ്ങനെ തെറികളാണ്? എന്റെ വാപ്പാന്റെ കണ്ണ്, എന്റെ വാപ്പാന്റെ ചുണ്ട്, എന്റെ വാപ്പാന്റെ പല്ല്, ഇതൊക്കെ തെറിയാണോ? എനിക്കറിയില്ല. നിങ്ങൾ പറയും. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതി നമ്മൾ ഒരാൾ കേസ് കൊടുക്കാൻ പാടുണ്ടോ? അങ്ങനെ കേസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അന്ന് ഞാൻ പറഞ്ഞു, എന്നാ നിനക്ക് ആ തെറി ചെയ്ത് ഡിലീറ്റ് ചെയ്തൂടെ? അപ്പൊ അവര് ഡിലീറ്റ് ചെയ്യില്ല. ഡിലീറ്റ് ചെയ്ത് എന്താണ്, ഇവരെ ചാനൽ ഇത് ബാധിക്കും. അന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, കുഞ്ഞാനെ എതിരായിട്ടല്ല. കുഞ്ഞാനോട് ഞാൻ പറഞ്ഞു, കുഞ്ഞാനെ എന്തിനാണ് ആ സാധുവിനെ ജയിലാക്കുന്നത്? അപ്പൊ അവന്റെ വൈഫിനെ ഓന് വളരെ മോശമായിട്ട് വളരെ മ്ലേച്ഛമായിട്ട് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്ന് കുഞ്ഞാന് പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത്. അന്ന് ഞാൻ പറഞ്ഞു, കുഞ്ഞാനെ ഇത് നമുക്ക് ഒരാളെ ബ്ലോക്ക് ചെയ്യാനുള്ള അധികാരം ഇതിനകത്തുണ്ട്. ഒരാളുടെ വീഡിയോ, ഒരാളെ കമന്റ് ഡിലീറ്റ് ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട്. ഇതൊക്കെ ചെയ്തൂടെ? പക്ഷെ അത് ചെയ്യാതിരിക്കുന്ന കാരണം എന്താ വെച്ചാൽ, അത് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോക്ക് റീച്ച് കിട്ടൂല. ആ റീച്ച് കുറയും എന്നുള്ള പേടി കൊണ്ടാണ് അന്ന് അയാൾ കേസ് കൊടുത്തത്. മനസ്സിലാണോ നിങ്ങൾക്ക്? അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആൾക്കാർ പറയാല്ലേ സോഷ്യൽ മീഡിയയാണ്. ഫേസ്ബുക്ക് ഒരു പ്രാവശ്യം എനിക്ക് പറയാം, ഞാൻ ഒരു ദിവസം ഏകദേശം ഒരു 50 ആൾക്കാരോട് ബ്ലോക്ക് ചെയ്തു. അതിൽ എനിക്കൊരു മെസ്സേജ് വന്നു, ഇത് സോഷ്യൽ മീഡിയ എന്നാണ് ഇതിന്റെ പേര്. എന്താണ്? സോഷ്യലായിട്ട് എല്ലാവരായിട്ടും സഹകരിച്ചു പോകണമെന്നാണ് ഫേസ്ബുക്ക് നമ്മോട് പറയുന്നത്. ഇത് ഏകാധിപത്യം രീതിയിൽ ഏകാധിപതികളെ പോലെ പെരുമാറരുത് എന്നാണ് ഫേസ്ബുക്ക് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് സോഷ്യൽ മീഡിയ ആണ്. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറയുമ്പോൾ അതിന് മറുപടി പറയാം. മറ്റൊരാൾ എനിക്കെതിരെ കമന്റ് പറയുമ്പോൾ അവന് നമ്മൾ കൗണ്ടർ അടിച്ച് സംസാരിക്കാനുള്ള അധികാരമൊക്കെ ഇതിനകത്തുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്.
അപ്പോൾ ഇന്നത്തെ സംസാരം ഫുള്ള് പുതുതായി ഈ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവരും വരണം എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫേസ്ബുക്ക് കൂടുതൽ പൈസ കൊടുക്കാൻ തുടങ്ങാൻ കാരണം എന്താണ്? മുമ്പൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പരസ്യം യൂട്യൂബിലാണ് കൊടുത്തിരുന്നത്. എന്നാൽ ഇന്ന് ഫേസ്ബുക്ക് നല്ല പ്ലാറ്റ്ഫോമായി ഫേസ്ബുക്കിലെല്ലാം പരസ്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫേസ്ബുക്കിൽ കൂടുതൽ ആൾക്കാർ ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ ആൾക്കാർ പരസ്യദാതാക്കൾ കൂടുതൽ വരും. പരസ്യദാതാക്കൾ കൂടുതൽ വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ കൂടുതൽ ആൾക്കാർ ഇതിൽ വർക്ക് ചെയ്യാൻ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ, പ്രേക്ഷകർ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഇതിൽ പരസ്യം കൂടുതൽ നൽകും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ നമ്മളെ ഏഷ്യാനെറ്റ്, കൈരളി, അതുപോലെ ഇങ്ങനെയുള്ള ചാനലുകൾ കണ്ടല്ലോ, ജയ് ഹിന്ദ്, അതുപോലെ ജനം, പിന്നെ 24, മീഡിയ വൺ, ഇങ്ങനെ പല പല മാതൃഭൂമി, പല പല ചാനലുകളുണ്ടല്ലോ. ഈ ചാനലുകൾ കണ്ടല്ലോ റേറ്റിങ്ങിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അത് അവർ പറയും ഇപ്രാവശ്യം ഇലക്ഷന്റെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ ചാനലാണ് കണ്ടത് അറിയും ഒരു ടീം. ഒരു പറയും ഞങ്ങളെ ചാനലാണ് ഒന്നാം നമ്പർ അറിയും. ഇവര് പരസ്പരം 14 ചാനൽ കയറാത്തുണ്ട്. ഈ 14 ചാനൽ ഒന്നാം പ്രകാരം റേറ്റിംഗിൽ. ഇതെന്തിനാ അങ്ങനെ പറഞ്ഞു വെച്ചാൽ, ഇത് കാണുന്ന പരസ്യദാതാക്കളുണ്ട്, പരസ്യം കൊടുക്കുന്ന ആൾക്കാർ. അപ്പൊ ഇവര് പറയും ഇന്ന് ഞങ്ങളതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇങ്ങനെ തെളിവ് സഹിതം കൊടുക്കും. അപ്പൊ എന്താണ്, ഇതിനെ ബാർഗെയിൻ ചെയ്യും. ഉദാഹരണം പറയാം, എനിക്കിപ്പോൾ സുബൈർ ബാപ്പുവിന്റെ വീഡിയോ അപ്നാ സപ്നയിലൂടെ ഒരു ദിവസം കൊണ്ട് 10 ലക്ഷം ആൾക്കാർ കണ്ടു, 20 ലക്ഷം ആൾക്കാർ കണ്ടു എന്ന് പറഞ്ഞ് എന്റെ കണ്ടിന്യൂ എന്റെ വീഡിയോസുകളൊക്കെ 10 ലക്ഷം ആൾക്കാർ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ ഈ പരസ്യം തരുന്ന ആൾക്കാർ സുബൈർ ബാപ്പുവിന് ഭയങ്കര റീച്ചാട്ടോ, സുബൈർ ബാപ്പുവിന്റെ വീഡിയോ എല്ലാവരും ആൾക്കാർ കണ്ടിട്ടോ, അപ്പൊ നമ്മൾ സുബൈർ ബാപ്പുവിന്റെ ചാനലിൽ പരസ്യം ഇടുക എന്ന് പറയും. അപ്പൊ എന്താണ്, ഈ 10 ലക്ഷം ആൾക്കാരുടെ 10 ലക്ഷം ആൾക്കാരിലേക്ക് എത്തുമല്ലോ. ഇങ്ങനെയാണ് ഇതിന്റെ ടെക്നിക്ക്. അപ്പം ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഇത് മൂന്നും ഇന്ന് പരസ്യ പ്ലാറ്റ്ഫോമുകളാണ്. അപ്പം ഇത് ഫേസ്ബുക്കിന്റെ ഇതിന്റെ മെയിൻ ആൾക്കാരുണ്ടാവും. അപ്പൊ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഇപ്പൊ എത്ര വേൾഡ് ലെവലിൽ നിങ്ങൾക്ക് എത്ര പ്രേക്ഷകരുണ്ട്, നിങ്ങൾക്ക് എത്ര നിങ്ങളെ ഫേസ്ബുക്ക് ചാനൽ ഉപയോഗിക്കുന്ന എത്ര ആൾക്കാരുണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന എത്ര ആൾക്കാരുണ്ട്, ഇതുവരെ നോക്കും. അതുപോലെ നിങ്ങളെ സ്കോർ ബോർഡ് എത്ര ഉണ്ട് നോക്കും. അപ്പൊ യൂട്യൂബിലേറെ ഫേസ്ബുക്കിനാണ് ആൾക്കാർ പ്രേക്ഷകർ കൂടുതലെങ്കിൽ എന്താവും, ഈ ആൾക്കാർ പരസ്യം കൊടുക്കുന്ന ആൾക്കാർ, സോഷ്യൽ മീഡിയ പരസ്യം കൊടുക്കുന്ന ആൾക്കാർ എന്താവും, ഫേസ്ബുക്കിൽ പരസ്യം കൊടുക്കാൻ തുടങ്ങും. അപ്പൊ എന്താവും, നമ്മൾ കുറെ ആൾക്കാർ ഇതിന്റെ വിതരണക്കാർ, നമ്മളിപ്പോൾ ചാനലിൽ പരസ്യം വരുമല്ലോ. അപ്പൊ എൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ എൻ്റെ ലൈവ് ഞാനിത് ഓഫാക്കി കഴിഞ്ഞാൽ ഇതിലൊക്കെ പരസ്യം വരും. ലൈവിൽ തന്നെ എനിക്ക് പരസ്യം വരുന്നുണ്ട്. അപ്പൊ ഈ പരസ്യം വരുമ്പോൾ എന്താവും, എനിക്ക് പൈസ കിട്ടും. നിങ്ങൾ ലൈവ് കാണുമ്പോൾ അതിന്റെ അടിയോടെ ഇങ്ങനെ പരസ്യം വരും. അപ്പൊ എനിക്ക് പൈസ കിട്ടും. അപ്പൊ എനിക്ക് പൈസ കിട്ടാൻ കാരണം എന്താണ്, ഫേസ്ബുക്ക് പറഞ്ഞിട്ട് ഇത്ര ആൾക്കാർ ലൈവ് ഇടാറുണ്ട്, എന്റെ ചാനലിൽ കണ്ടിന്യൂ ചെയ്ത്, അല്ലെങ്കിൽ ഒരു ആവറേജ് ലൈവ് എന്ന് പറഞ്ഞത് ഒരു 1 മില്യൺ ആൾക്കാർ ഡെയിലി ലൈവ് പോവും എന്ന് ഫേസ്ബുക്ക് പറയും. 1 മില്യൺ അല്ലെങ്കിൽ ഒരു 10 ബില്യൺ ആൾക്കാർ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ വ്യൂസ് ഉണ്ട്, ഇത്ര ആൾക്കാർ ഫോളോവേഴ്സ് ഉണ്ടെന്ന് എന്റെ ചാനലത്തെ റീച്ചും എന്റെ ചാനൽ എത്ര വ്യൂസ് ഉണ്ടെന്നൊക്കെ അവിടെ ശരിക്കും ഹെഡ് ഓഫീസിൽ കാണാൻ പറ്റും. പറഞ്ഞ മനസ്സിലാണ്ടോ? ഉദാഹരണം ഞങ്ങൾക്ക് അതിന് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഇതിന്റെ ചാനൽ തമ്മിലിട്ടുണ്ടല്ലോ 50K ഫോളോവേഴ്സ് ആയതിന്റെ സന്തോഷത്തിൽ എന്നുള്ളത്. നിങ്ങൾക്കത് വായിക്കാനേ യോഗ്യതയുള്ളൂ. ശരിയാണോ അല്ലേ? ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നെങ്കിലും നിങ്ങൾക്ക് ആ തമ്മിലിന് വായിക്കാനുള്ള അധികാരമുണ്ട്. നിങ്ങൾക്ക് തിരുത്താൻ കഴിയുമോ? പറ. ആ തമ്മിലിന് നിങ്ങൾക്ക് നിങ്ങളെ മൊബൈലിൽ നിന്നിട്ട് തിരുത്താൻ കഴിയുമോ? ഇല്ല. അത് ഞാൻ തന്നെ തിരുത്തണം. എൻ്റെ ഈ മൊബൈൽ വെച്ചിട്ട് ഞാൻ തന്നെ തിരുത്തണം. ഞാനിവിടെ തിരുത്തി 50K എന്നുള്ളത് 60K ആക്കണമെങ്കിൽ ഒരു 10 ലക്ഷം ഫോളോവേഴ്സ് എനിക്ക് ഉണ്ട് എങ്കിൽ, 10 ലക്ഷം ഒന്നും ആയിട്ടില്ല കേട്ടോ, അത് വേറെ വിഷയം. 10 ലക്ഷം വ്യൂസ് അല്ലെങ്കിൽ 10 ലക്ഷം ആൾക്കാർ 1 മില്യൺ ആൾക്കാർ എന്റെ വീഡിയോ കണ്ടുവെങ്കിൽ ഈ 1 മില്യൺ ആൾക്കാരിലേക്കും 50 ഞാൻ ഇപ്പെട്ടത് അത് 60 ആക്കിയാലും 6 സംഖ്യ അവിടെ കാണാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് ഇത് അവിടെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കണം. ഇല്ല. അതുപോലെ തന്നെയാണ് ഫേസ്ബുക്ക് എന്ന പ്ലാറ്റ്ഫോമിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരിൽ ഒരാളാണ് സുബൈർ ബാപ്പു. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് പോലെ തന്നെ. പറഞ്ഞ മനസ്സിലാണ്ടോ? അതുപോലെ ഇതങ്ങനെയല്ല. ഇത് നമുക്ക് ചെലവുകളൊന്നുമില്ല, നമുക്കിതിന് വരുമാനം കിട്ടുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇപ്പോൾ എത്ര ആൾക്കാർ ഇപ്പോൾ ഈ ഒരു മണിക്കൂറിൽ ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് ലോകത്ത് മൊത്തത്തിൽ എത്ര ആൾക്കാർ ലൈവ് ഉണ്ട് എന്നുള്ളത് എനിക്കോ നിങ്ങൾക്കോ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാൽ ഫേസ്ബുക്കിന്റെ ഹെഡ് ഓഫീസിൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇത്ര ആൾക്കാർ ലൈവിൽ ഉണ്ട് എന്നുള്ളത് ഫേസ്ബുക്കിന് അത് അറിയാൻ പറ്റും. ശരിയാണോ അല്ലേ? അതെ. അതുപോലെ ഇപ്പൊ ബാങ്ക് ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മൾക്കിപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ബാങ്കിന്റെ ആരാണ്? ജീവനക്കാരനാണ്. നമ്മളെങ്ങനെ പാപ്പു ജീവനക്കാരനാകണമെന്ന് നിങ്ങൾ ചോദിക്കും. സത്യത്തിൽ ചങ്കുകളെ നമ്മൾ ബാങ്കിൽ നിന്ന്